ഫോട്ടോ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോക്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ 4 സൈഡിലും ഇതുപോലെ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് ബോക്സായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ഒരു രീതിയിൽ 4 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള പേപ്പറിലൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാർട്ട് പേപ്പർ ആകുമ്പം നമുക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ അത്ര സ്യൂട്ടായിരിക്കില്ല. നമുക്ക് പേഴ്സണലി നമുക്കൊന്ന് ചെയ്യാനൊക്കെ നമുക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പേപ്പറിൽ ചെയ്ത് കൊടുക്കുക. കാർഡ് സ്റ്റോക്ക് പേപ്പറിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാൻ വേറൊരു ബ്ലാക്ക് പേപ്പറിലും കൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് 4 സൈഡിലും 2 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പേപ്പർ കൊണ്ട് ബോക്സ് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കതും കൂടെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ പേപ്പർ സെലക്ട് ചെയ്യുന്ന സമയത്ത് GSM എന്തായാലും ഒരു 200 എബവ് വരുന്ന ടൈപ്പ് പേപ്പർ സെലക്ട് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഹെഡ് ഫോട്ടോ ബോക്സിന് വേണ്ടിയിട്ടുള്ള ബോക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ് ഷേപ്പ് ഫോട്ടോ കൊളാക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം സൈസിൽ ഞാൻ ഇതുപോലെ ചാർട്ട് പേപ്പറിൽ 11 കോളംസും 6 റോസും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ക്രോസ് ഇട്ട് കൊടുക്കാം. ഈ ക്രോസ് ഇടുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഓരോ കോളംസും 5 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫൈനലി നമുക്ക് നല്ലൊരു ഹേർട്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നുണ്ട്, അന്നത്തേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ അതിലേക്കുള്ള ഫോട്ടോസ് ഞാൻ ഇതുപോലെ 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ സൈസിൽ ഇതുപോലെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോക്സിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം.
മുന്നിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലുള്ള വിൻറ്റേജ് ടൈപ്പ് ഫോട്ടോസൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ A4 ഇതുപോലെ കളർ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷി ടേപ്പ് യൂസ് ചെയ്തും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ബി മൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ്സും ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ബോക്സ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബോക്സിൽ ഞാൻ ഫുള്ള് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്തെടുത്തത്. ബോക്സ് ഡെക്കറേഷൻ ആണെങ്കിലും പിന്നെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തു, പിന്നെ നമ്മൾ സാധാ കളർ പ്രിൻ്റ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാലന്റൈൻസ് ഡേക്കൊക്കെ ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേ മാത്രമല്ല ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.